ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് പോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ. അപ്പോൾ പാലിൽ നമ്മൾക്ക് കുറച്ചുകൂടെ കൂടുതലൊക്കെ ആവശ്യമുണ്ട്. ഒരു 6 പേർക്കൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഒരു 3 പാക്കറ്റോളം പാലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിക്കായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ആ പാൽപ്പൊടിയൊക്കെ ചേർത്തേക്കണം. കാരണം ആദ്യം തിളപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് പാൽപ്പൊടിയൊക്കെ ചേർത്തത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയൊക്കെ അങ്ങനെ കിടന്ന് കട്ട പിടിച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെ വെന്തിട്ട് പോവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് ഇതുപോലെ ഒന്ന് വരുമ്പോൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ തിക്കാക്കി എടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ പാലൊന്ന് ചൂടാറാൻ വയ്ക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ സേമിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയ അധികം മണ്ണില്ലാത്ത സേമിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ച് സേമിയ വെന്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് നമ്മളൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർച്ച് അതിൽ പിന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസുകസ് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന സേമിയ, പിന്നെ നമുക്കിതിലേക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമാണോ അത്രയും ചേർക്കാം. ഇപ്പോൾ സേമിയ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. സേമിയയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവ്വരിയില്ലേ, അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കം കിട്ടും. അപ്പോൾ ചവ്വരി ഇടുമ്പോൾ പാലിൻ്റെ തിളപ്പിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ ഇടുക. അതാകുമ്പോൾ പാലിന് നല്ലൊരു തിക്കായിട്ട് കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വീട്ടിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ നമ്മൾ സാലഡിലൊക്കെ ചേർക്കണ പോലെ തന്നെ മുന്തിരി, അത് ഞാൻ റെഡ് കളർ സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ ചേർക്കുന്നത്. അതും അതുപോലെ തന്നെ പച്ച കളറിലെ മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ നമുക്ക് കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ഫ്രൂട്ട് കസ്റ്റാർഡ് പോലെ ചെയ്തെടുക്കാമെന്നല്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ മതിയാകും. ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ചവ്വരി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിക്കണായിട്ട് കിട്ടിക്കോളും. പിന്നെ ആ ഒരു വാനില എസൻസൊക്കെ ഒഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീം ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് തിന്നാനൊക്കെ മടിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും പാലൊക്കെ കുടിക്കാൻ മടിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. അപ്പോൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കൊടുക്കുക. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.